നേരെ അമിത്ഷായുടെ ഇന്റർവ്യൂവിലേക്ക് പോവുകയാണ്. ന്യൂസ് 18 നൽകിയ അഭിമുഖമാണ് അത്. കേരളത്തിൽ ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 25% വോട്ട് ലഭിക്കുമെന്ന് അമിത്ഷാ ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ബീഹാറിൽ NDA 3-2 ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും അമിത്ഷാ സ്ഥിരീകരിച്ചു. ന്യൂസ് 18 ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി സബ്സെ ബഡാ ദംഗലിലാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ പ്രതീക്ഷകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചത്. BJPക്ക് സംസ്ഥാനത്ത് 25%-ലധികം വോട്ട് ലഭിക്കുമെന്നാണ് അവകാശവാദം. സീറ്റ് നിലയും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. पंचायत चुनाव में म्युनिसिपैलिटी और म्युनिसिपल कॉर्पोरेशन के चुनाव में भारतीय जनता पार्टी 25% वोट प्राप्त करेगी और हम अच्छी खासी संख्या में सीटें भी जीत कर लाएंगे. ബീഹാറിൽ വ്യക്തമായ NDA തരംഗമുണ്ട്. ഇത്തവണ സഖ്യ സീറ്റുകളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധന ഉണ്ടാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും ഇരട്ട എഞ്ചിൻ സർക്കാർ 11 വർഷത്തിനുള്ളിൽ ബീഹാറിൽ വലിയ പരിവർത്തനം കൊണ്ടുവന്നു. NDA മുന്നണി ഇത്തവണ 3-2 ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് അമിത്ഷായുടെ പ്രതീക്ഷ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും സ്ഥിരീകരിച്ചു. NDA का गठबंधन 2/3 बहुमत से ज्यादा सीटें जीतकर मोदी जी और नीतीश जी के नेतृत्व में यहां सरकार बनाएगा और हम नीतीश कुमार जी के नेतृत्व में ही चुनाव लड़ रहे हैं. कोई कंफ्यूजन NDA गठबंधन में नहीं. ഒപ്പം മഹാഗഡ്ബന്ധനെ അമിത്ഷാ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകന് മുഖ്യമന്ത്രിയാകണമെന്നും സോണിയാഗാന്ധിയുടെ മകന് പ്രധാനമന്ത്രിയാകണമെന്നുമാണ് ആഗ്രഹം. എന്നാൽ ബീഹാറിലും ഡൽഹിയിലും അതിന് ഒഴിവില്ലെന്നാണ് പരിഹാസം. लालू जी की बहुत मन की इच्छा है कि इनके बेटे एक बार मुख्यमंत्री बन जाएं और सोनिया जी की भी मन की इच्छा है कि उनका बेटा PM बन जाए. मैं आज दोनों को कहना चाहता हूं, बिहार में और दिल्ली में कहीं जगह खाली नहीं है. यहां नीतीश बाबू बैठे हैं, वहां मोदी जी बैठे हैं. आपके बेटों के लिए कहीं जगह खाली नहीं है. കേന്ദ്ര സർക്കാരിന്റെയും ബീഹാർ സർക്കാരിന്റെയും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അമിത്ഷാ ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോട് സംസാരിച്ചത്. GST പരിഷ്കാരങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നാണ് വാദം. വഖഫ് ബില്ല് തടയുമെന്ന മഹാഗഡ്ബന്ധന്റെ പ്രസ്താവനയെയും അമിത്ഷാ തള്ളിക്കളഞ്ഞു. ഇന്ത്യയെ വൈകാതെ നക്സൽ മുക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇതുവരെ നിരവധി പേർ കീഴടങ്ങിക്കഴിഞ്ഞു. ഇനിയും യാതൊരു ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ ഒരുക്കമല്ലെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. യെസ്, അതാണ് ബീഹാറിൽ 3-2 ഭൂരിപക്ഷം. അതാണ് അമിത്ഷായുടെ വിശ്വാസം. ഏകദേശം 66% ഓഫ് ദ വോട്ട് ഷെയർ അത് NDAയിലേക്ക് പോകുമെന്നാണ് അമിത്ഷായുടെ വിശ്വാസം നിൽക്കുന്നത് എന്നത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ, NDAയുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും.